നമസ്കാരം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഗവർണറും സർക്കാരും തമ്മിൽ പോരടി തുടരുകയാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിൻ്റെ ഒരു പുതിയ പോർമുഖമായി മാറുകയാണ് ഇപ്പോൾ ഇടുക്കി എന്ന് പറയപ്പെടുന്നത്. LDF പ്രതിഷേധങ്ങൾക്കിടെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കനത്ത സുരക്ഷയിൽ ഇടുക്കിയിലെത്തിയിരിക്കുന്നത്. രാവിലെ തന്നെ അദ്ദേഹം ഇടുക്കിയിലെത്തുകയുണ്ടായി. തൊടുപുഴയിലും പരിസരത്തുമൊക്കെ പലതരത്തിലുള്ള കരിങ്കൊടി പ്രയോഗങ്ങളൊക്കെ SFIയും DYFI അടക്കമുള്ള സംഘടനകൾ നടത്തി. കൂടാതെ കേരള കോൺഗ്രസ് M അടക്കമുള്ളവർ ഈ കരിങ്കൊടി പ്രകടനം നടത്തുകയും ചെയ്തു. അദ്ദേഹം തൊടുപുഴയിലെത്തുകയും അവിടെ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ പരിപാടിയിൽ കൃത്യമായി പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമെന്ന് പറയപ്പെടുന്നത്. ഗവർണർ തൊടുപുഴയിൽ എത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം CPM ഹർത്താൽ ആഹ്വാനം ചെയ്തത്. പക്ഷേ 11 മണിക്ക് പ്ലാൻ ചെയ്തിരുന്ന പരിപാടി കൃത്യസമയത്തിന് തന്നെ ഗവർണർ എത്തുകയും പരിപാടി നടത്തുകയും ചെയ്തു. പ്രതിഷേധമൊക്കെ വളരെ കൃത്യമായി നടക്കുകയുണ്ടായി. പക്ഷേ പ്രതിഷേധത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഗവർണർക്ക് വളരെ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതും. എന്നാൽ അതേസമയം തന്നെ ഈ ഭൂപതിവ് ബില്ലുമായി ബന്ധപ്പെട്ട് ആ ഭൂപതിവ് ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർക്കെതിരെയാണ് LDF ഇടുക്കിയിൽ ഇന്ന് ഈ പറയുന്ന ഒരു 12 മണിക്കൂർ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നതും. ആ ഹർത്താൽ നടക്കുകയാണ്. അതിനിടയിലേക്കാണ് ഇപ്പോൾ യുവജന സംഘടനകളടക്കം പ്രതിഷേധവുമായി എത്തുന്നത്. നിയമസഭ പാസാക്കിയ ഭൂപതിവ് ഭേദഗതി ബില്ലിനാണ് ഗവർണർ ഒപ്പിടാത്തത്. അത് ഒപ്പിടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇടതുമുന്നണി ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നാണ് വാദം. പക്ഷേ അത്തരത്തിലൊരു വാദം നിലനിൽക്കുമ്പോഴും ഈ രാജ്ഭവനിലേക്കൊക്കെ ഇന്ന് 10,000-കണക്കിന് കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അണിനിരത്തിക്കൊണ്ട് LDFിൻ്റെ മാർച്ച് ഇന്ന് നടക്കുന്നുണ്ട്. അതും ഇന്ന് രാവിലെ അവിടെ നടക്കുകയുണ്ടായി. മാത്രമല്ല ഏകദേശം 10,000 കർഷകരെ അണിനിരത്തുന്ന ഒരു പദ്ധതി, ഒരു പരിപാടിയാണ് രാജ്ഭവൻ മാർച്ചായിട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നത്. അതും ഇതിനോടൊപ്പം രാജ്ഭവൻ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. LDF കൺവീനർ കൂടാതെ ഘടകകക്ഷിയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ പങ്കെടുത്ത് രാജ്ഭവനിൽ അത്തരത്തിലൊരു പരിപാടി വെക്കുന്നത് തന്നെ ഗവർണർക്കെതിരെയുള്ള വിരോധം തീർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അതേസമയം ഇടുക്കിയിൽ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള മാർച്ചിൽ ഗവർണർ പങ്കെടുക്കുമ്പോഴാണ് കർഷകരുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ കർഷകരുടെ ഈ രാജ്ഭവൻ മാർച്ച് ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കുന്നത് എന്നുള്ളതാണ്. ഭൂമി പതിവ് നിയമവുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി പരാതികൾ അത് ലഭിച്ചിട്ടുണ്ട് എന്നും സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് സർക്കാരിൻ്റെ വിശദീകരണം കൂടി തേടി എങ്കിലും പക്ഷേ മറുപടി ലഭിക്കാത്തത് കൊണ്ടാണ്, ആ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ബില്ലിൽ ഒപ്പിടാത്തത് എന്നാണ് രാജ്ഭവനിൽ നിന്ന് പറയുന്നത്. രാജ്ഭവൻ്റെ വിശദീകരണം അത്തരത്തിലാണ്, ഗവർണർ പറയുന്നതും അതുതന്നെയാണ്. പക്ഷേ ആ വിശദീകരണങ്ങളൊന്നും കേൾക്കുവാനോ അല്ലെങ്കിൽ അത്തരത്തിൽ സർക്കാർ നൽകേണ്ട വിശദീകരണം കൃത്യമായി കൊടുക്കാത്തതിലോ സർക്കാരിന് ബാധ്യതയില്ല എന്ന് പറഞ്ഞ് കൈയൊഴുകുകയാണ്. ഒപ്പം ഗവർണർ എവിടെ എത്തുന്നുവോ അവിടെ ഒരു പോർമുഖം തുറക്കുക, ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുക, ആ ഗവർണർ എത്തുന്ന വീഥികളിൽ കറുത്ത കൊടി ഉയർത്തുക. മാത്രമല്ല ഇടുക്കിയിൽ അദ്ദേഹം വരുന്ന അല്ലെങ്കിൽ തൊടുപുഴയിലേക്ക് അദ്ദേഹം വരുന്ന വീഥികളിലൊക്കെ കറുത്ത ബാനർ കൊണ്ട് നിറയുന്ന ഒരവസ്ഥ കൂടി സംജാതമായിട്ടുണ്ട്. ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇടുക്കിയിൽ ഹർത്താൽ ആചരിക്കുന്നത് എന്നുകൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഗവർണർ ഇന്ന് ഒരു ദിവസത്തെ ഒരു യാത്ര നടത്തുന്നു, തൊടുപുഴയിലെത്തുന്നു, വ്യാപാരി വ്യവസായികളുമായി ബന്ധപ്പെട്ട അവരുടെ മാർച്ചിൽ പങ്കെടുക്കുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം തിരികെ വരുന്നില്ലെങ്കിലോ? ഗവർണർ ഒരു 7 ദിവസത്തിന് ശേഷമാണ് തിരികെ വരുന്നത് എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഈ CPMകാർ 7 ദിവസവും ഇടുക്കിയിൽ ഹർത്താൽ ആചരിക്കുമോ? അതോ ഈ 7 ദിവസവും അവിടെ എല്ലാ കടകളും അടച്ചിട്ട് പ്രതിഷേധവുമായി ഇവർ മുന്നോട്ട് വരുമോ? എന്താണ് ചെയ്യാൻ പോകുന്നത്? ഗവർണർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി പറയട്ടെ. കാരണം ഞാൻ 2 ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞേ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് ഗവർണർ തീരുമാനിച്ചാൽ ആ തീരുമാനത്തെ മറികടക്കാൻ ഇവിടുത്തെ CPMനും സർക്കാരിനും കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ CPM അന്തം കമ്മികൾ ഈ വരുന്ന 7 ദിവസവും അവിടെ ഹർത്താൽ ആചരിക്കുമോ? അല്ലെങ്കിൽ ഈ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവും വലിയ മാർച്ചും നടത്തുമോ? ചിന്തിക്കേണ്ടതാണ്. ഇങ്ങനെ ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധം നടത്തി ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രതിഷേധം കനക്കുകയാണ്. അതിന് പുതിയൊരു പോർമുഖം തുറന്നു വെക്കുകയാണ്. ഇവിടെ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു പോർമുഖം തുറക്കപ്പെടുകയാണ്. ഒരു വളരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രതിഷേധങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ടാണ് ഇനി ഹർത്താലല്ല എന്ത് നടത്തിയാലും താൻ ഇടുക്കിയിലെത്തുമെന്ന് ഗവർണർ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ആ പ്രഖ്യാപനം സുദൃഢമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തൊടുപുഴയിലെത്തിയതും ആ പരിപാടിയിൽ പങ്കെടുത്തതും ഇവരുടെ പ്രതിഷേധങ്ങളെ വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്നതും. അതുകൊണ്ടാണ് ഞാനൊരു ചോദ്യം ചോദിച്ചത്. ഗവർണർ 7 ദിവസം ഇടുക്കിയിൽ തങ്ങിയാൽ, അദ്ദേഹം അവിടെ താമസിച്ചാൽ
ഈ അന്തംകമ്മികൾ 7 ദിവസവും ഹർത്താൽ നടത്തുമോ? അങ്ങനെ നടത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുവാൻ CPM-ന് കഴിയുമോ? കാരണം 3 ദിവസം ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് കൃത്യമായി ഒരു രാപ്പകൽ സമരം പോലും നടത്താൻ കഴിയാതായി പോയ CPM-കാരാണ് ഗവർണർക്കെതിരെ ഇപ്പോൾ 12 മണിക്കൂർ ഹർത്താൽ നടത്തി പുതിയ പ്രതിഷേധത്തിൻ്റെ പോർമുഖം തുറന്നു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പോർമുഖം എന്താണോ അതിന് ബദൽ പോർമുഖം തുറക്കാൻ കെൽപ്പുള്ളവനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് അദ്ദേഹം തെളിയിക്കുന്നത്.